അധികാരമുള്ളപ്പോൾ പല പ്രശ്നങ്ങളും നാട്ടിലുണ്ടാവും. അതിനൊക്കെ അധികാരി ഉത്തരം പറയേണ്ടി വരും. പക്ഷെ അധികാരമില്ലാതായ മമത ഇവരെക്കാളൊക്കെ അപകടകരാണെന്ന് CPM നല്ല ബുദ്ധിയുണ്ട്. CPM ഭരണകാലത്ത് ഒരു അധികാരവും ഇല്ലാതെ ബുദ്ധദേവ് ഭട്ടാചാര്യയോട് നേരിട്ട് നിന്ന് ഫൈറ്റ് ചെയ്ത് CPM പോലെ ഉരുക്കുപോലെ ഉറച്ചൊരു സംഘടനയുണ്ട്. BJPക്ക് പോലും CPM പോലെ ഒരു സംഘടന ഉണ്ടാവില്ല. ആൾക്കൂട്ടം ഉണ്ടാവും, വർഗീയത ഉണ്ടാവും. പക്ഷെ മമത ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നാൽ അത് വലിയ തോതിൽ BJPക്ക് ദോഷമാണ്, BJPക്ക് ഭീഷണിയാണ്. അത് എത്രത്തോളം വോട്ടായി മാറും, എത്രത്തോളം വരും എന്നുള്ളതൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഒരു BJPയുടെ ഒരു ആധിപത്യമായിരുന്നു. അല്ല, BJP തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് മമതയുടെ വാദം, മമതയുടെ മാത്രമല്ല, ഇന്ത്യയിലെ ഒരുപാട് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ പറയുന്നത് BJP യഥാർത്ഥ ജനവികാരം കൊണ്ടല്ല ജയിച്ചതെന്നാണ്. മമത പോലും പരാജയപ്പെട്ടു. അതാ പറഞ്ഞേ, യഥാർത്ഥ ജനവികാരമല്ല, അതിൽ പലതരം തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. SIR മുതൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. 90 ലക്ഷം വോട്ടർമാരാണ് 6 കോടി വോട്ടർമാരിൽ നിന്ന് ഇല്ലാതാവും. അത് ആരില്ലാതായി എന്നുള്ളതല്ല ചോദ്യം. വോട്ട് ഇല്ലാതാവും. എന്തായിരിക്കും അതിന് സംഭവിക്കുന്ന കാര്യം? മാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, എപ്പോഴാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തത്? വോട്ട് ചെയ്യുന്നതിന്റെ 2 ദിവസം മുമ്പ്. അന്നല്ലല്ലോ വേണ്ടത്. കാരണം അത്രമാത്രം കുടിയേറ്റ ഉണ്ടെന്നാണ് അവർ അതാണ് യഥാർത്ഥത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാം. കാരണം അങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തു. കേരളത്തിലൊക്കെ അങ്ങനെയല്ലേ ഇത്? വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തു, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ബാക്കി ഇനി 1 or 2 വിട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ നോമിനേഷൻ പിൻവലിക്കുന്ന ദിവസം വരെ ചേർക്കാം. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. നോമിനേഷൻ പിൻവലിച്ചു, തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ആയിട്ടില്ല. അപ്പൊ അതിൽ 2-3 ചോദ്യങ്ങളുണ്ട്. ഞാൻ വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കാം. എന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിരുന്നില്ല, എനിക്ക് ഇലക്ഷൻ മത്സരിക്കണം. വോട്ടേഴ്സ് ലിസ്റ്റ് പേരില്ലാതെ നമുക്ക് ഇവിടെ തന്നെ 2020 ചില കാൻഡിഡേറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അവസാനം ലിസ്റ്റിൽ പേരില്ല. യഥാർത്ഥത്തിൽ എന്റെ പേരിൽ ലിസ്റ്റ് വരികയാണ്. അതും പുതിയ ലിസ്റ്റിലൊന്നുമല്ല, വരികയാണ്. വരുമ്പോ എന്താ സംഭവിക്കുക? എനിക്ക് എന്റെ ചാൻസ് പോയില്ലേ? ആരെങ്കിലും കോടതി പോയാൽ അതുപോലും ചിലപ്പോൾ ഒരു വിഷയമാവും. അവസാനം വോട്ട് കിട്ടിയ ഒരാൾ, അതിന് മുമ്പ് അയാൾക്ക് കഴിഞ്ഞ ഇലക്ഷന് വോട്ടുണ്ടായിരുന്നു, ഈ ഇലക്ഷന് വോട്ടില്ല. പിന്നെ അവസാനം SIR കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് വോട്ട് ചേർക്കുന്നു. അത് വന്നാൽ എന്താ സംഭവിക്കുക? അയാളുടെ റൈറ്റാണ് പോയത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ നടത്തും? ഒരു വോട്ടർക്ക് ഇപ്പൊ നമ്മുടെ സ്ലിപ്പ് കൊണ്ട് കൊടുക്കണം. വോട്ടറിലെ സ്ലിപ്പ് കൊടുക്കാൻ പറ്റും? വോട്ടർ ആരാന്നറിയില്ല. വോട്ട് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് തലേദിവസമൊക്കെ വന്നിട്ട് നിങ്ങളാണ് വോട്ടർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർ എന്ത് ചെയ്യണം?